തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ഇത് വന്നിട്ട് 4 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. ഇത് നമ്മൾ 7.20 ആസ്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നെഗോഷ്യബിൾ ആണ്. ലാസ്റ്റ് ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആക്കിയാണ് 1.15 കൊടുക്കാം. അത് ഫുൾ ഓപ്ഷൻ ആട്ടാ. ഫുൾ ഓപ്ഷൻ AC പോസ്റ്റ് ചാർജിങ്. നമ്മള് 8.10 ചോദിക്കുന്നുണ്ട്. 8.10 ചോദിക്കുന്നുണ്ട്. ചോദ്യം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഉള്ളത് മൂസിൻ യൂസർ കാർസിലാണുള്ളത്. അപ്പോൾ സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. സെൻ ഉണ്ട്, ഇവിടെ എർട്ടിക ഉണ്ട്, ബലേനോ എല്ലാം ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, എക്സ്പ്രസോ ഉണ്ട്, വാഗ്നർ, അങ്ങനെ നാനോ വരെ ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ കളക്ഷൻസും ഉണ്ട് ഇവിടെ. പിന്നെ തട്ടുമുട്ടും റീപ്ലേസ്മെൻറ്റ് അങ്ങനത്തെ ഒന്നുമില്ല, ഫുൾ ഗ്യാരണ്ടി ഉള്ള വണ്ടികളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാ സുഖല്ലേ? ഓക്കെ, സുഖാത്തല്ലേ? അപ്പോ സ്കോഡന്റെ 4x4 2011 മോഡല്, സെക്കൻഡ് ഓണറില് 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഇത് റയർ വണ്ടിയാണ്. ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. 4.5 ചോദിക്കുന്നുണ്ട്. ഫിനാൻസ് സാധ്യതയുണ്ട്, 2-2.5 കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് 4 ടയർ ഫുൾ ഉണ്ട്. അതേപോലെ എന്താ പറയാ, ഇത് വേറൊരു വൈബാ ഈ വണ്ടി. 4x4 ഫുൾ സെറ്റപ്പ് ആണ്. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അലോയ് വീല്, റിയർ വൈഫർ, അതേപോലെ സീറ്റ് കവറൊക്കെ ലെതറാണ്. ഫുള്ളെടുത്തോ. എന്തൊക്കെയാ സുഖല്ലേ? അപ്പൊ നമ്മള് വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ലോ ബഡ്ജറ്റ് നാനോ. 2015-16 രജിസ്ട്രേഷന് 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്രാമത്തെ ഓണറായി? ഇത് സിംഗിൾ ഓണർ. തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇല്ല ഉണ്ട് തന്നെ. നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും. പക്കാ വണ്ടി. ഓക്കെ. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തന്നെ ഉണ്ട്. 4 ടയറും ഓൾമോസ്റ്റ് ഫുൾ ആണ്. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നീറ്റും ആണ്. നമുക്ക് മാക്സിമം കുറച്ചിട്ട് തന്നെ നമുക്ക് എന്താട്ടാ ചെയ്യാൻ പറ്റും, ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് എന്തെങ്കിലും നമുക്ക് സേർട്ട് ലോൺ ചെയ്ത് കൊടുക്കാം. സേർട്ട് ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് മാക്സിമം തന്നെ പറഞ്ഞ് വാങ്ങി കൊടുക്കാം സേർട്ട് ലോൺ. ലാസ്റ്റ് ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആക്കിയാണ് 1.15 കൊടുക്കാം. അത് ഫുൾ ഓപ്ഷൻ ആട്ടാ. AC പോസ്റ്റ് ചാർജിങ്, അതില് ഫുൾ ഓപ്ഷൻ. കമ്പനി പവറിന്റെ, കമ്പനി സ്റ്റീരിയോ ഒക്കെ വീണ്ടും നാനോ. അതെ, നമ്മളെ ജംസ് മുട്ടായാണ്. അപ്പൊ ഇത് നമുക്ക് 2015 വരുന്നത്. സെയിം തന്നെയാണ്. ഇത് ഓൾമോസ്റ്റ് 62,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടി. ഫുള്ള് നേരത്തായ ഫുൾ ഓപ്ഷൻ നേരത്തായ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത വണ്ടി. ഓൾമോസ്റ്റ് ടയർ തന്നെ ഏകദേശം 80% ഫ്രണ്ട് ഉണ്ടാവും. ബാക്കത്തെ പിന്നെ ഒരു ഓൾമോസ്റ്റ് 50% ഉണ്ടാവുള്ളൂ. ഇതിമ സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പവറിന്റെ ബാക്കിൽ വരലില്ല, ഫ്രണ്ടില് മാത്രം. പിന്നെ ഡിക്ക് ഓപ്പൺ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് റിമോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ അല്ലേ വരിക, സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡിക്ക് ഓപ്പണിംഗ് ആണ്. ഡിക്ക് ഓപ്പണിംഗ് ടൈപ്പ് തന്നെയാണ്. അപ്പൊ നമുക്ക് മാക്സിമം ഇത് എത്രക്ക് കൊടുക്കാം? നമുക്കൊരു ഫൈനൽ ആക്കിയാണ്ട് 1.5 കൊടുക്കാം. 1.5. ഫിനാൻസ് എന്തെങ്കിലും കയറുമോ? ഫൈനാൻസ് നമുക്ക് സേർട്ട് ലോൺ കിട്ടുള്ളൂ. ബാങ്ക് ലോൺ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കിട്ടൂല. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വന്നിട്ടാണെങ്കിൽ കുറച്ച് കൊടുക്കൂലേ? നമുക്ക് കുറച്ച് കൊടുക്കും. നമ്മൾ മാക്സിമം എന്താണ്, നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം കസ്റ്റമർ ഇങ്ങോട്ട് വന്നോട്ടല്ലേ? മാക്സിമം ചെയ്ത് കൊടുക്കാം. അപ്പൊ അടുത്ത വണ്ടി വണ്ടിയാണ്. അതെ, ഫിയറ്റ് അവഞ്ചൂറ എന്ന് പറഞ്ഞ വണ്ടി. കാഴ്ചയിൽ നമുക്കൊരു ഓഫ് റോഡ് ടൈപ്പ് ഫീൽ ചെയ്യെങ്കിലും ഓഫ് റോഡ് അല്ല, മൾട്ടി ജെറ്റ് എഞ്ചിൻ. നമ്മളെ സ്വിഫ്റ്റിന് ചാച്ചന്റെ കോട്ടറാജ് എഞ്ചിൻ വരുന്നില്ല. സെയിം കോട്ടറാജ് സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ വരുന്നത്. ഇവരാണ് സപ്ലൈ ചെയ്യുന്നത്. 2016 മോഡല് സിംഗിൾ ഓണർ. 2016 മോഡൽ.
തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി, ഗ്ലാസും ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. പിന്നെ അത് നമുക്ക് ഫിനാൻസ് ചെയ്തൂടെ? ഓ നമുക്ക് ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഫുൾ തന്നെ ഉണ്ട്. ഓക്കെ. ഒരു 70-80% മുകളിലുണ്ട് അല്ലേ? അതെ അതെ. ഫിനാൻസ് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് നമുക്ക് ഒരു 75% ഒക്കെ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം. 75% നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാം. ആൾക്ക് നല്ല സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ കിട്ടാനും സാധ്യത ഉണ്ട്. സിബിൽ സ്കോർ നല്ല വേണം. മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനലാക്കി ഒരു 3.30 ചെയ്യാം. പക്ഷെ ഇതൊക്കെ നെഗോഷ്യബിൾ പ്രൈസ് ആണല്ലേ? മാക്സിമം ചെയ്ത് കൊടുക്കാം. അതെ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു വാഗ്നർ, സാധാരണക്കാര വണ്ടി വാഗ്നർ, ലേഡീസ് ആണ് കൂടുതൽ യൂസ് ചെയ്യല് വാഗനർ എന്ന് പറഞ്ഞ് കേക്കലുണ്ട്, അറിയില്ല. ഇത് 2010 മോഡൽ VX ആണ്, ഫുൾ ഓപ്ഷൻ. ഇത് 65,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ, ജനുവിന് കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി ഉണ്ടാറില്ല, ചെക്ക് ചെയ്യാം. കസ്റ്റമർക്ക് വന്നിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റ് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോ മെക്കാനിക് കൊണ്ടൊന്ന് ചെക്ക് ചെയ്യാൻ അവസരങ്ങൾ റെഡി ആയി കൊടുക്കും. നമ്മൾ റെഡിയാണ്. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഓക്കെ. അപ്പോൾ ടയറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഫുൾ ഉണ്ട്. ഒരു 80-85% മുകളിൽ ടയർ ഉണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ. ഫൈനലായിട്ട് നമുക്ക് എത്ര ചോദിക്കുന്നത്? നമുക്ക് 2.15 ചോദിക്കാം. അതിൽ പുതിയ പേപ്പർ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2.15 ചെറുതായിട്ട് കുറച്ച് കൊടുക്കും. എത്ര മോഡൽ? എത്ര? 2000? ഇത് 2010 ലാസ്റ്റ്. അതെ. ഇപ്പൊ പേപ്പർ ആയിക്കണോ? ഓൾമോസ്റ്റ് പേപ്പർ ആയിട്ടുണ്ട്. പേപ്പർ ആയിട്ടുണ്ട്. ടാക്സ് ഈ മാസം മാർച്ച് അല്ല, മെയില് ഈ മാസം തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ടാക്സും റിന്യൂവലൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം കൊടുക്കുള്ളൂ, കസ്റ്റമർക്ക് കൊടുക്കുള്ളൂ. അപ്പൊ എണ്ണ അടിച്ചോണ്ട് ഓടിയാൽ മതി, വേറെ ഒരു പരിപാടി ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഇത് ഫൈനലാക്കി എത്ര കൊടുക്കാറുണ്ട്? ഇത് നമുക്ക് 2.15 കൊടുക്കാം. എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കി ചെയ്താൽ ഓൾമോസ്റ്റ് 1.60 വരെ ഫൈനാൻസ്. അപ്പൊ അടുത്തൊരു എക്സ്പ്രസോ? അതെ, മാരുതിന്റെ വണ്ടി. നമ്മളെ എന്താണ് ചെറിയ ബ്രസ എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു SUV ടൈപ്പ്. അതെ, ചെറിയൊരു SUV. അതെ. ഓക്കെ. സാധാരണക്കാരുടെ SUV. അതെ. 2019 മോഡല്. ഓക്കെ. ഇത് ഇപ്പൊ നല്ലൊരു തേർഡ് ഓണർ ആയിട്ടുണ്ട്. അത് ഈ പെൻഷൻ ബേസിന്റെ ആ വിഷയം ആയതുകൊണ്ട് ഒരു വീട്ടിൽ തന്നെ മാറിയതല്ലേ? ലോജിക്കലി നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണറിനാണ്. അപ്പൊ അങ്ങോട്ടും കൂടെ ഏട്ടനും അനിയന്മാരും അങ്ങോട്ടും മാറിയത്. പെൻഷൻ പൈസ, റേഷൻ കാർഡിന്റെ വിഷയം അങ്ങനെയായിട്ട് മാറ്റി കളിച്ചാൽ 29,000 കിലോമീറ്റർ ഓടിയിട്ടു. ആകെ 29,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്ററിലാണ്. ഹിസ്റ്ററി ഓട്ടം. അപ്പൊ ഇതിപ്പോ എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 3.60 ചോദിക്കും. ഫൈനാൻസ് ഇത് ഓൾമോസ്റ്റ് ഫുൾ ഓൺ കയറും. 0 പൈസ വേണ്ട. ഡൗൺ പേയ്മെന്റ് 0 ആയിട്ട് എന്തെങ്കിലും കരുതിയാൽ മതി. ഒരു 10-15 ഒക്കെ കരുതിയാൽ മതി. അപ്പൊ ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഫുൾ തന്നെയാണ്. 29,000 ഓടിച്ചുള്ള കമ്പനി ടയർ തന്നെ വരും. സീറ്റും കാര്യങ്ങളും കമ്പനി വരുന്നതിന് അതോ ചെയ്തതാണോ? അല്ല, ലെതർ അത് അഡീഷണൽ ചെയ്താണല്ലേ? കമ്പനി റെക്സിനെ വരുള്ളൂ. ഇത് ലെതർ അല്ലേ? പിന്നെ സെറ്റും കാര്യങ്ങളും ഇതിൽ വരുന്ന കമ്പനി വരുന്നല്ലേ? മാറ്റിട്ടൊന്നുമില്ല. ഇല്ല. ഓക്കെ. ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എത്ര? ഇപ്പോ ഇത് നമ്മൾ ചോദിക്കുന്ന 3.60. കുറച്ച് കൊടുത്തൂടെ? കുറച്ച് കൊടുക്കും. മാക്സിമം ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ മാക്സിമം ചെയ്ത് കൊടുക്കാം. ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും മോഡൽ. ഓക്കെ. 2019 ഡീസൽ ഫുൾ ഓപ്ഷൻ. 2019 ഡീസൽ ആണ് അല്ലേ? 88,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ആകെ 88,000 ഓടിയിട്ടുള്ളൂ. അത് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. തട്ടുമുട്ട് റീപ്ലേസ് ഒരു റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ടയർ കാര്യങ്ങൾ നോക്കണേ ഓൾമോസ്റ്റ് 80% ടയർ കാര്യങ്ങളും ഉണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുക. റൂട്ട് കൺട്രോൾ സിസ്റ്റം, LCD ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ കമ്പനി കൊടുത്താണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. മാക്സിമം നമുക്ക് ഫിനാൻസ് ചെയ്തൂടെ? ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര ഫിനാൻസ്? 6.25 ലോൺ തന്നെ വാങ്ങി കൊടുക്കാം.
ബാക്കി പിന്നെ സിവിൽ അനുസരിച്ചിരിക്കും. സിവിൽ അനുസരിച്ച് കസ്റ്റമറെ സിവിൽ അനുസരിച്ച് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. അതെ. ഓക്കെ. ഇപ്പൊ ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര? ഇത് നമ്മൾ 7.20 ആസ്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നെഗോഷ്യബിൾ ആണ്. മാക്സിമം ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വന്നിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം. അപ്പൊ അടുത്തൊരു ബലേനോ ന്യൂ ഷേപ്പ് ബലേനോ. അതെ. ഇത് എത്ര മോഡൽ? എത്ര? ഇത് 2023 മോഡൽ. അതെ. ഓക്കെ. 32,000 കിലോമീറ്റർ ഓടിച്ചു. ആകെ 32,000 ഓടിയിട്ടുള്ളൂ. അതെ. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി. കമ്പനി സ്റ്റെയർ ഉണ്ട്. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. ഫുൾ ഓപ്ഷൻ സീറ്റ ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ. ഓക്കെ. ടയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു നമ്മള് ഓൾമോസ്റ്റ് 32,000 ഓടിയ കമ്പനി ടയർ തന്നെ. കമ്പനി ടയർ മാറ്റിയിട്ടൊന്നുമില്ല. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. അഡീഷണൽ ലെതർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതെ. പിന്നെ ലെതർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഹൈബ്രിഡ് ടൈപ്പ് ആണ്. ഹൈബ്രിഡ് ടൈപ്പ് അല്ലേ? അതെ. നമ്മള് 8-10 ചോദിക്കുന്നുണ്ട്. 8-10 ചോദിക്കുന്നുണ്ട്. ചോദ്യം നോക്കണ്ട. കസ്റ്റമർ വന്നാൽ മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം നെഗോഷ്യബിൾ ആക്കി ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ലോൺ ഇപ്പൊ എത്ര കയറും? നമുക്ക് ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കയറും. ചെയ്ത് കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാം. സിവിൽ അനുസരിച്ച് കസ്റ്റമർ സിവിൽ അനുസരിച്ച് മാക്സിമം നല്ല മാണം ചെയ്യും. പിന്നെ പ്രൊഫൈൽ നല്ല പോലെ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കല്ലോ. എർട്ടിക. അതെ. 2019 മോഡല്. 2019 മോഡൽ. സിംഗിൾ ഓണർ വണ്ടി. 72,000 കിലോമീറ്റർ ഓടിച്ചോളൂ. ആകെ 72,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് VDI ആണ് വരുന്നത്. ഡീസൽ വണ്ടി ഹൈബ്രിഡ് ആണ്. ഓക്കെ. ഹൈബ്രിഡ് ടൈപ്പ് 1.6 വരുന്ന വണ്ടി. 1.6 വരുന്ന വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. നമ്മളിത് ഇവിടെ 10.60 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ടയർ കാര്യങ്ങളൊക്കെ പുതിയത് മാറ്റിയാണ്. 4 പുതിയ ടയറാണ്. ഓക്കെ. പിന്നെ ഇതില് ഇന്റീരിയറില് സിസ്റ്റം കമ്പനി വരുന്ന വീഡിയോക്ക് വരുന്ന സിസ്റ്റം തന്നെയാണ്. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് നമ്മള് 10.60 ചോദിക്കണ്ടേ. നെഗോഷ്യബിൾ ആണ്. മാക്സിമം നമുക്ക് മാക്സിമം നെഗോഷ്യബിളും ചെയ്ത് കൊടുക്കാം. നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. പ്രൊഫൈല് അനുസരിച്ചിരിക്കും. സിവിൽ അനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാം. സ്കോഡന്റെ വണ്ടി. സ്കോഡ റാപ്പിഡ് AMT ഗിയർ ബോക്സ് എല്ലാം ഓട്ടോമാറ്റിക് വണ്ടി. അതെ. ഓക്കെ. തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. 180 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,80,000 ഓടിയിട്ടുണ്ട്. ജെന്യൂൻ. ഓക്കെ. കമ്പനി സർവീസ് ഉണ്ടോ? കമ്പനി സർവീസ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്ത് നോക്കിയാൽ ഹിസ്റ്ററി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. മോഡൽ എത്ര പറഞ്ഞേ? ഇത് 2015 മോഡൽ. ഇത് എലഗൻസ് ആണ്. ഫുള്ള് നേരത്താഴെ. ഇത് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ലോൺ ഓൾമോസ്റ്റ് 360 ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? പിന്നെ ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫുൾ 75-ന്റെ മേലെ ടയർ അലോയ് കാര്യങ്ങളൊക്കെ കമ്പനി അലോയ് വരുന്നല്ലേ? അതെ. ഓക്കെ. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഇന്റീരിയർ വരുമ്പോ അതിന്റെ കമ്പനി സെറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. കമ്പനി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഒരു കമ്പനി ചെയ്തിട്ടുണ്ട്. പാർട്ടി ചെയ്തിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പോ എത്ര കൊടുക്കത്? ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? നമ്മള് 4.10 ആണ് ഇവിടെ ചോദിക്കണേ. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കും. മാക്സിമം കസ്റ്റമർ വന്നൊക്കെ ചെയ്ത് കൊടുക്കും. അല്ല ഇപ്പൊ കസ്റ്റമർ ഇപ്പൊ വന്നിട്ടാണെങ്കിൽ ചെക്ക് ചെയ്യണം പറഞ്ഞിട്ടാണെങ്കിൽ വണ്ടി നമുക്ക് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകാലോ. ഓൽക്ക് വിശ്വാസമുള്ള മെക്കാനിക്കിന്റെ അടുത്ത് കൊണ്ടുപോകും ചെയ്തിട്ട് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഒരു ക്രെറ്റ 2023 മോഡൽ. 2023 മോഡല്. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും 29,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. പനോരമിക് സൺറൂഫ്. ഓക്കെ. ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടിക്കണേ? ഇത് 29,000 കിലോമീറ്റർ ആകെ ഓടിയത്. 29,000 ആകെ ഓടിയത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. ടയറും കാര്യങ്ങളൊക്കെ 29,000 അലോയ് കാര്യങ്ങളൊക്കെ കമ്പനി കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും ടോപ്പിന്റെ മോഡല്. സീറ്റ് മേലെ AC. ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട് അല്ലേ? അത് കമ്പനി തന്നെയാണ്. സീറ്റ് AC വരുന്ന ടൈപ്പാണ്. എങ്ങനെ? സീറ്റ് AC സീറ്റ് മേലെ AC വരുന്ന ടൈപ്പ്. 4 സീറ്റ് മേലെ AC ഉണ്ടാവും. 6 എയർ ബാഗ് ഉണ്ടാവും. ഏറ്റവും ടോപ്പിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര?
ഇത് നമുക്കൊരു ഫൈനലാക്കിയാണ് 16,75 കൊടുക്കാം. 16,75. ആ. ഓക്കെ. ഫൈനലാക്കി ലോൺ എത്ര രൂപയില്? നമുക്ക് ഇതിന് ഓൾമോസ്റ്റ് 16 തന്നെ നമുക്ക് ലോണും വാങ്ങി കൊടുക്കാം. 16 നമുക്ക് മേടിച്ചു കൊടുക്കാം. ലോണോ ഇനി പിന്നെ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും. സിവിൽ അനുസരിച്ച്, പാർട്ടിന്റെ സിവിൽ അനുസരിച്ച് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ഓക്കെ. കസ്റ്റമർ കൊണ്ട് വരട്ടെ, മാക്സിമം ചെയ്ത് കൊടുക്കാം. അടുത്തൊരു സെന്ന്, സാധാരണക്കാരുടെ സെന്ന്. അതെ. ഇത് തേർഡ് ജനറേഷൻ സെന്ന് അല്ലേ? തേർഡ് ജനറേഷൻ സീരീസ് എഞ്ചിൻ വരുന്നത്. അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും. ഏകദേശം നമ്മളൊരു വാഗനറിന്റെ ഒക്കെ മൈലേജ് ഉണ്ടാവും. സെയിം എഞ്ചിനേക്കാൾ വാഗനർ. ഓക്കെ. ഇതിപ്പോ എങ്ങനെ മോഡൽ എങ്ങനെ? ഇത് 2012 മോഡലാണ്. ഓക്കെ. സെക്കൻഡ് ഓണർ വണ്ടി. ആകെ എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 1,00,000 സംതിങ് ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓക്കെ. തട്ടുമുട്ട് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ടയറും കാര്യങ്ങളൊക്കെ ഒരു ഓൾമോസ്റ്റ് ഫുൾ തന്നെയാണെന്ന് പറയാം. 80ന്റെ മേലെ ഉണ്ടാവും. 80ന്റെ മുകളിൽ എന്തായാലും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് വരും. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. സീറ്റ് കവർ ചെയ്തിട്ടില്ലേ? കമ്പനിയുള്ള സീറ്റ് തന്നെ തോന്നുന്നുണ്ട്. കമ്പനി സീറ്റ് കവർ ആണ്. അത് സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ടുനടക്കുന്ന വണ്ടിയാണ്. അതെ. അപ്പൊ മാക്സിമം നമുക്ക് ഇതിപ്പോ എത്ര ഫിനാൻസ് കയറുന്നില്ലേ? ഇതിപ്പോ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1 lakh 1 lakh കിട്ടും. ഇപ്പൊ എത്ര ആസ്കിംഗ് പ്രൈസ് എത്ര? നമുക്ക് ഇത് 1,75 ചോദിക്കുന്നുണ്ട്. മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. അപ്പൊ അടുത്ത വണ്ടി ഐട്ടൺ 2013-14 രജിസ്ട്രേഷൻ വണ്ടി. 2013-14 രജിസ്ട്രേഷൻ. അതെ, 14 രജിസ്ട്രേഷൻ വണ്ടി. നമുക്ക് ആക്ച്വലി ഇതൊരു പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്. പാർട്ടിന്റെ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. 95,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ആകെ 97,000 കിലോമീറ്റർ. നിലവിലിപ്പോ ഇത് തേർഡ് ഓണർ ആണ്. ഗേൾസിനൊക്കെ, സ്ത്രീകൾക്കൊക്കെ മാക്സിമം ഓടിക്കല്ലേ? നമുക്ക് കൊണ്ടെടുക്കാം. സ്ത്രീകൾക്ക് ധൈര്യത്തിൽ കൊടുക്കാം. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാം. പിന്നെ ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഇപ്പോ ഓൾമോസ്റ്റ് 50% അബോ 50ന്റെ മുകളിലുണ്ട്. 60-65% മുകളിലുണ്ട്. സ്പോർട്സ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ് വരിക. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ. സീറ്റും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന സീറ്റും കമ്പനി വന്ന സീറ്റ് കവർ ഇതാണ്. നമുക്ക് ഇന്റീരിയർ വാഷ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. മാക്സിമം നമുക്ക് വൃത്തിയാക്കിട്ട് കൊടുക്കാം. അതെ, ഇന്റീരിയർ വാഷിംഗ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. പാർട്ടിന്റെ വണ്ടി ആയതുകൊണ്ട് ഇന്റീരിയർ കുറച്ച് മോശം, അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിപ്പോ ആസ്കിംഗ് പ്രൈസ് എത്ര? നമുക്ക് ആസ്കിംഗ് പ്രൈസ് 3,10 ആണ്. 3,10. ഫിനാൻസ് ഉണ്ട്? എന്ത് കയറോ? നമുക്ക് ഫൈനാൻസ് ഓൾമോസ്റ്റ് 2-2.25 അടി നമുക്ക് ലോൺ നോർമലി വാങ്ങി കൊടുക്കാം. ബാക്കി പ്രൊഫൈൽ അനുസരിച്ച് സിവിൽ അനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കാം. അപ്പൊ അടുത്തൊരു വണ്ടി ഡസ്റ്റർ 2012 മോഡൽ 85. മെയിൻ്റെനൻസ് കുറവായി, കാരണം മൈലേജ് കൂടുതൽ കിട്ടും ചെയ്യും. മാക്സിമം മൈലേജ് കിട്ടും. അതെ. നിലവിൽ 4ാമത്തെ ഓണറാണ്. നമുക്ക് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങൾ. ഫിനാൻസ് എന്തെങ്കിലും കയറോ? നമുക്ക് മാക്സിമം ലോൺ വാങ്ങി കൊടുക്കാം. പാർട്ടിന്റെ സിവിൽ അനുസരിച്ച് ടയറും കാര്യങ്ങളൊക്കെ മാക്സിമം ഉണ്ടല്ലോ? മാക്സിമം ഉണ്ട്. ഒരു 50% അബോ വരും. 50 വരെ 60% ഒക്കെ വരും. 60 എത്തൂല, ഒരു 55. ഇന്ത്യയിലേക്ക് പോകുമ്പോ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് തന്നെയാണ്. ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടല്ലേ? സീറ്റ് കവറൊക്കെ നിങ്ങൾ മാറ്റി കൊടുക്കോ? ആ സീറ്റ് കവറിന്റെ ഒരു വിഷയം തന്നെ ഉള്ളു വണ്ടിക്ക്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മെക്കാനിക്കലി വണ്ടി ഫിറ്റ് ആണ്. പക്കയാണ് വണ്ടി. പക്കയാണ്. സ്റ്റോക്ക് കമ്പനി സീറ്റ് കവറിന് വിഷയമൊന്നുമില്ല. ഇത് അഡീഷണൽ ചെയ്തതാണ്. അപ്പൊ നിങ്ങള് ഫൈനലാക്കി ഇപ്പൊ എത്ര കൊടുക്കും? ഇപ്പൊ നമുക്ക് ഫൈനലാക്കി 3,10 കൊടുക്കാം. അത് നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം. ഫിനാൻസ് കയറുമോ? ഫൈനാൻസ് ഓൾമോസ്റ്റ് 2-2.25 അടി ലോൺ കിട്ടും. സിവിൽ അനുസരിച്ച്, കസ്റ്റമർ സിവിൽ അനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാം. കുറച്ച് കൊടുക്കൂല? ഇത് തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത വണ്ടി സ്കോഡ ഫാബിയോ 2010-11 രജിസ്ട്രേഷൻ. 10-11 രജിസ്ട്രേഷൻ. ഒരു കൊല്ലം കൂടി ഇനി ഇതുണ്ടാവും, റിന്യൂവലിനുണ്ടാവും. ടാക്സ് ഓൾമോസ്റ്റ് അടച്ചാ നമ്മൾ അടച്ചു കൊടുക്കും. കസ്റ്റമർക്ക് അടച്ചു കൊടുക്കും. അടിച്ചു കൊടുക്കാം. ഇതിപ്പോ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഓടിയുണ്ട്? ഇതിപ്പോ ഓൾമോസ്റ്റ് 1 ചില്ലറ ഓടിച്ചിട്ടുണ്ട്. 1.25 ഓടിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മള് ചെക്ക് ചെയ്യണേ ഓൾമോസ്റ്റ് 2020 ശേഷം. മാക്സിമം ചെക്ക് ചെയ്യുള്ളൂ. കസ്റ്റമർക്ക് ഇപ്പൊ ചെക്ക് ചെയ്യാൻ പറ്റൂലേ? ചെക്ക് ചെയ്യാം. അവർക്ക് ഇനി സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യൊക്കെ ചെയ്യാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. അപ്പൊ ടയറും കാര്യങ്ങളൊക്കെ ഒരു
അലോയില് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി അലോയിലല്ലോ? അല്ല, അല്ല, വേറെ ചെയ്തതാണ്. ചെയ്തിട്ടുണ്ടല്ലേ? ഫ്രണ്ട് 70%, ബാക്ക് 2 ഓൾമോസ്റ്റ് 90% തന്നെ ഉണ്ട്. ടയർ, സീറ്റ് കവറും കാര്യങ്ങളൊന്നും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലെതർ സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? അപ്പൊ ഇത് ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് ഫൈനലാക്കി 1.35 കൊടുക്കാം. 1.35 കൊടുക്കാം. അതില് ഈ പമ്പറിന്റെ ടച്ചപ്പും ചെയ്ത് കൊടുക്കാൻ നമുക്ക് പുതിയ ടാക്സ് എടുത്ത് കൊടുക്കാം. പമ്പർ ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കും. ടാക്സും എടുത്ത് കൊടുക്കും. പുതിയ ടാക്സ് നമ്മൾ അടച്ചു കൊടുക്കും. പിന്നെ 26 റിന്യൂവൽ വരണുള്ളൂ. 2026 റിന്യൂവൽ വരിക. അപ്പൊ ഇനി ഒരു കൊല്ലം കൂടി ഇനി റിന്യൂവൽ ഉണ്ട്. ഓൾമോസ്റ്റ് മാർച്ചിലോ ഫെബ്രുവരിയിലോ വെച്ചാണ് വരണ്ടേ. ഓൾമോസ്റ്റ് ഒരു 8-9 മാസം അടുത്ത് റിന്യൂവലിന്റെ ടൈം ഉണ്ട്. അപ്പൊ ഇതിപ്പോ ഫൈനലാക്കി എത്ര കൊടുക്കാറുണ്ട്? നമുക്ക് 1.35. ലോൺ എന്തെങ്കിലും കയറുമോ? ലോൺ 2000 സ്കോഡിന്റെ ഉള്ളിലേക്ക് 15-ന് ശേഷം ലോൺ കിട്ടുള്ളൂ അല്ലേ? അതിന് മുന്നത്തേന് കിട്ടൂല? ഇല്ല. അപ്പൊ ഇത് ഷവർലന്റെ യുവ, ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. വേറെ 4 സിലിണ്ടർ. അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും വണ്ടി. നല്ല പവർ ഉണ്ടാവും. സെന്നിന്റെ ഒക്കെ പവർ ഉണ്ട്. 1000 cc വണ്ടി അല്ലേ? 1000 cc. പിന്നെ ഇതിപ്പോ എങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെ? 2007 മോഡലാണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. 97,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. വണ്ടി കുഴപ്പമൊന്നും. ജെനുവിൻ കിലോമീറ്റർ വർക്കിംഗ് കണ്ടിട്ട് ജെനുവിൻ ആണ്. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല? ഇല്ല. കസ്റ്റമർ വന്നിട്ട് ചെക്ക് ചെയ്യുമല്ലോ മാക്സിമം? അതെ, ഇത് ആക്ച്വലി ഒരു പാർട്ടി വണ്ടിയാണ്. പാർക്കിംഗ് സൈഡിൽ വന്നത്. നമുക്ക് ഇതിന്റെ പാർട്ടി ഡയറക്റ്റ് വിളിച്ചെത്തിക്കാണ്ട് നമുക്കൊന്ന് ഇരുന്നാണ്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അത് വരുന്നത് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇല്ല, കമ്പനി വരുന്ന സീറ്റ് കവർ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇന്റീരിയലാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് പാർട്ടി ഡയറക്റ്റ് ആയിട്ട് വിളിച്ചെത്തിയാണ്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എത്ര ചോദിക്കണേ? ഇപ്പൊ ഒരു 75 രൂപ ചോദിക്കണേ. പാർട്ടി വന്നിട്ട് നമുക്ക് മാക്സിമം നമുക്ക് പാർട്ടി ഡയറക്റ്റ് വിളിച്ചെത്താം. ഓണറെ ഡയറക്റ്റ് വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് കസ്റ്റമറോട് സംസാരിച്ചിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ അപ്പൊ അടുത്തൊരു സ്കോഡ ഒരു നോർമൽ SUV വണ്ടിയാണ്. ഇതില് ഡബിൾ ടൈപ്പ് വരുന്നുണ്ട്. 4x4 വരുന്നുണ്ട്, 4x2 വരുന്നുണ്ട്. ഇത് 4x2. ഇത് ഓപ്ഷൻ ആംബിയൻ ആണ് വരുന്നത്. എലഗൻസിന്റെ നേരെ താഴെ മിഡിൽ ഓപ്ഷൻ വണ്ടി. അതെ. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നമ്പറൊക്കെ ആണല്ലോ, 900 ആണല്ലോ, ഫാൻസി നമ്പറൊക്കെ ആണല്ലോ. ഫാൻസി നമ്പർ ആണ് 900. പിന്നെ അതിന് ടയറും കാര്യങ്ങളൊക്കെ ഒരു 50% 50% അബോ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 60% എത്തും. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ബോഡി വെയിറ്റ് ഉള്ള വണ്ടി. നല്ല ബോഡി വെയിറ്റ് ഉള്ള. അപ്പൊ യാത്രാ കംഫോർട്ട് നല്ല ഉണ്ടാവും. അത്യാവശ്യം നല്ല യാത്രാ കംഫോർട്ട് ഉണ്ടാവും അല്ലെ? ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് വണ്ടിയാണ്. സാധാരണക്കാർക്ക് ഒരു ചെറിയൊരു SUV ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ലക്ഷറി ടൈപ്പ് അതെന്താവും? അതെന്തായാലും ഉണ്ടാവും. അപ്പൊ മാക്സിമം നമുക്ക് ഇതിപ്പോ ഫൈനലായിട്ട് എത്ര കൊടുക്കാം? നമുക്ക് ഫൈനൽ 4 രൂപയ്ക്ക് കൊടുക്കാം. 4 രൂപ. ഇതിലിപ്പോ ഫിനാൻസ് ഒന്നും കയറൂല? ഫൈനാൻസ് കിട്ടൂല. നമുക്ക് പിന്നെ സേർട്ട് കിട്ടുമോ? ശ്രീരാം അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുമോ? കിട്ടും. നമുക്ക് ചോദിച്ചു നോക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. SUV വേണ്ടി ടൈപ്പ് ആയതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ലൊക്കേഷൻ വരണ്ടേ നമ്മളെ മലപ്പുറം ജില്ലയില് കുളപ്പുറത്തിന്റെ അടുത്ത്. നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിൽ പോകുമ്പോൾ കൊടുവായൂർ എന്ന സ്ഥലത്ത്. അതെ. നമ്മൾ ഇനി കൊണ്ടോട്ടി ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കൊണ്ടോട്ടിന്ന് നമ്മളെ കുളപ്പുറം ഭാഗത്ത് വരുമ്പോ കൊടുവായൂർ അങ്ങാടി തന്നെ. സർവീസ് ബാങ്കിന്റെ അടുത്തായിട്ട്. വാട്സാപ്പിൽ ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കൂടെ? നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളെ എല്ലാവിധ സഹകരണത്തിനും നമ്മളുണ്ടാവും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ യൂട്യൂബ് ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ Instagram ID ഉണ്ട്,
ആ 2 ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക, റെനീസ് വ്ളോഗ്സ് ആൻഡ് റെനീസ് കാർഡ് ഷോട്ട്. ഈ 2 ഐഡി ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് ബൈ.